അമ്മയുടെ സമ്മതത്തോടെ എൻ്റെ അച്ഛൻ എന്നെ ലൈംഗികമായി ഉപയോഗിക്കുന്നുണ്ട്. പുറത്തു പറഞ്ഞാൽ മറ്റു 3 പേരെയും കൊന്നതുപോലെ അയാൾ എന്നെയും കൊല്ലും. 16-കാരിയായ ഭാർഗവിയിൽ നിന്നും വന്ന വാക്കുകൾ കേട്ട് ഒരു സദസ് ഒന്നടങ്കം ഞെട്ടി. അച്ഛൻ ഒരു കൊലപാതകിയാണെന്ന് ഒരു തുറന്ന സദസ്സിന് മുന്നിലിരുന്ന് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ ഭയം തിങ്ങി നിന്നിരുന്നു. ആരെയാണ് നിന്റെ അച്ഛൻ കൊന്നതെന്ന അവതാരികയുടെ ചോദ്യത്തിന് അവൾ പറഞ്ഞ മറുപടി ഇതായിരുന്നു: വീടിനടുത്തുള്ള പെൺകുട്ടിയെയും അവളുടെ അച്ഛനെയും ഭർത്താവിനെയും എൻ്റെ അച്ഛൻ കൊന്നു. അമ്മയുടെ സമ്മതത്തോടെ എൻ്റെ അച്ഛൻ എന്നെ ലൈംഗികമായി ഉപയോഗിക്കുന്നുണ്ട്. പുറത്തു പറഞ്ഞാൽ മറ്റു 3 പേരെയും കൊന്നതുപോലെ അയാൾ എന്നെയും കൊല്ലും. 16-കാരിയായ ഭാർഗവിയിൽ നിന്നും വന്ന വാക്കുകൾ കേട്ട് ഒരു സദസ് ഒന്നടങ്കം ഞെട്ടി. അച്ഛൻ ഒരു കൊലപാതകിയാണെന്ന് ഒരു തുറന്ന സദസ്സിന് മുന്നിലിരുന്ന് പറയുമ്പോൾ അവളുടെ കണ്ണുകളിൽ ഭയം തിങ്ങി നിന്നിരുന്നു. ആരെയാണ് നിന്റെ അച്ഛൻ കൊന്നതെന്ന അവതാരികയുടെ ചോദ്യത്തിന് അവൾ പറഞ്ഞ മറുപടി ഇതായിരുന്നു: വീടിനടുത്തുള്ള പെൺകുട്ടിയെയും അവളുടെ അച്ഛനെയും ഭർത്താവിനെയും എൻ്റെ അച്ഛൻ കൊന്നു. അമ്മ അതിന് കൂട്ടുനിന്നു. വീടിന് പിന്നിലെ കിണറ്റിൽ 4 വർഷം മുൻപ് അവരെ മറവു ചെയ്തിട്ടുണ്ട്. ഒരു TV ഷോയിലൂടെ പുറം ലോകം അറിഞ്ഞത് ആരും അറിയാത്ത ക്രൂര കൊലപാതകത്തിന്റെ കഥകളാണ്. ഇതാണ് 2012-ൽ തമിഴ്നാടിനെ ഒന്നാകെ ഞെട്ടിപ്പിച്ച മുരുകന്റെയും കുടുംബത്തിന്റെയും ക്രൂരതയുടെ പുറം ലോകം അറിയാത്ത രഹസ്യങ്ങൾ. വർഷം 2012 മെയ് 15. തമിഴ്നാട്ടിലെ ജനപ്രിയ ഷോയായ സൊൾവതെല്ലാം ഉണ്മ എന്ന റിയാലിറ്റി ഷോയിലേക്ക് ഒരു യുവ ദമ്പതികൾ എത്തി. പെൺകുട്ടി വളരെ ചെറുപ്പമാണ്, വെറും 16 വയസ്സ് മാത്രം. അവളുടെ പേര് ഭാർഗവി. കൂടെയുണ്ടായിരുന്ന യുവാവിന് 24 വയസ്സാണ് പ്രായം. പേര് സതീഷ് കുമാർ. ചെന്നൈയിൽ നിന്നും 150 കിലോമീറ്റർ അകലെയുള്ള വില്ലുപുരം എന്ന ഗ്രാമത്തിൽ നിന്നുമായിരുന്നു ഇരുവരുടെയും വരവ്. കാഴ്ചയിൽ വളരെ ക്ഷീണിതയായും ഭയപ്പാടോടെയുമാണ് അവർ നിന്നത്. സഹായം തേടി എത്തിയതാണ് അവിടെ. ഇരുവരും വിവാഹിതരാകാനുള്ള തയ്യാറെടുപ്പിലാണ്. പ്രോഗ്രാമിന്റെ അവതാരകയായ നിർമ്മല പെരിയസ്വാമിയെ കാണാനുള്ള കാത്തിരിപ്പിലായിരുന്നു അവർ. 16 വയസ്സുകാരിയായ ഭാർഗവിക്ക് 24-കാരനായ സതീഷ് കുമാറിനെ വിവാഹം കഴിക്കണം, അതിന് സഹായിക്കണം. ഇതായിരുന്നു അവരുടെ ആവശ്യം. 18 വയസ്സ് തികയാത്ത പെൺകുട്ടിക്ക് വിവാഹം കഴിക്കാൻ ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുവദിക്കുകയില്ലെന്നും അതിനാൽ വിവാഹം കഴിക്കാൻ സാധിക്കുകയില്ലെന്നും പറഞ്ഞ് പ്രോഗ്രാമിന്റെ അവതാരിക വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ അവരെ നിർബന്ധിച്ചു. പക്ഷേ വീട്ടിലേക്ക് തിരികെ പോകാൻ വിസമ്മതിച്ചുകൊണ്ട് ഭാർഗവി തന്റെ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിന്നു. സതീഷ് മറ്റൊരു ജാതിയിൽപ്പെട്ടവനായതുകൊണ്ട് മാതാപിതാക്കൾ തങ്ങളെ വിവാഹം കഴിക്കാൻ അനുവദിക്കില്ല എന്നായിരുന്നു ഭാർഗവിയുടെ മറുപടി. 10ാം ക്ലാസ്സിൽ ഉയർന്ന മാർക്കോടെ പാസ്സായ ഭാർഗവിക്ക് മുന്നോട്ട് നല്ലൊരു ഭാവി ജീവിതമുണ്ടെന്നും ഇനിയും പഠിക്കണമെന്നും പഠനം പൂർത്തിയാക്കി ഒരു നല്ല ജോലി കണ്ടെത്തിയതിനു ശേഷം വിവാഹത്തെപ്പറ്റി ആലോചിച്ചാൽ മതിയെന്നും പറഞ്ഞ് വീട്ടിലേക്ക് മടക്കി അയക്കാൻ അവർ വീണ്ടും ഒരു ശ്രമം നടത്തി. ഇത്തവണ അവൾ പ്രകോപിതയായി. ഉള്ളിൽ അടക്കിപ്പിടിച്ച ദേഷ്യവും സങ്കടവും എല്ലാം അവളുടെ മുഖത്ത് നിഴലിക്കാൻ തുടങ്ങി. വേദനയോടെ അവൾ പറഞ്ഞു തുടങ്ങി: എൻ്റെ വീട്ടിൽ ഞാൻ സുരക്ഷിതയല്ല. എൻ്റെ അച്ഛൻ എന്നെ ലൈംഗികമായി ഉപയോഗിക്കുന്നുണ്ട്. ചുറ്റും നിന്നവരെല്ലാം ഒരു നിമിഷം സ്തംഭിച്ചുപോയി. അച്ഛനൊരു തികഞ്ഞ മദ്യപാനിയാണ്. അമ്മയുടെ സമ്മതത്തോടെയാണ് അയാൾ എന്നെ ദുരുപയോഗം ചെയ്യാറ്. എന്നും രാത്രി മൂക്കറ്റം മദ്യപിച്ചെത്തും. എൻ്റെ അടുത്തു വന്ന് കിടക്കും. എൻ്റെ വസ്ത്രങ്ങൾ അഴിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. പല രാത്രികളിലും ഞാൻ ഉറങ്ങാറില്ല. ഭയപ്പാടോടെയാണ് ഞാൻ ആ വീട്ടിൽ കഴിയാറ്. പറഞ്ഞു തീർക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ അടർന്നു വീണു. തൻ്റെ ജീവിതത്തിലെ ഇരുൾ വീണ നിമിഷങ്ങൾ പറഞ്ഞു തീർക്കുമ്പോൾ അവിടെ ക്യാമറ കണ്ണുകളെല്ലാം ഒപ്പിയെടുത്തിരുന്നു. 16 വയസ്സുള്ള പെൺകുട്ടിയെ സ്വന്തം അച്ഛൻ ദുരുപയോഗം ചെയ്തു എന്നതിന്റെ സുപ്രധാന തെളിവുകളായിരുന്നു അവർ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അതൊരു പ്രോഗ്രാമായി തന്നെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അപ്പോഴും അവരാരും അറിഞ്ഞിരുന്നില്ല ആരും അറിയാതെ മൺമറഞ്ഞു പോയ 3 കൊലപാതകങ്ങളാണ് പുറം ലോകത്ത് വെളിപ്പെടാൻ പോകുന്നതെന്ന്. അവർ വീണ്ടും അവളോട് ചോദിക്കാൻ തുടങ്ങി: വീട്ടിൽ ഇത്തരത്തിലൊരു മോശം അനുഭവം ഉണ്ടായിട്ട് എന്തുകൊണ്ട് നീ ഇത് മറ്റാരോടും പറഞ്ഞില്ല? അതിനുള്ള അവളുടെ ഉത്തരം ഞെട്ടിപ്പിക്കുന്നതായിരുന്നു: ഇത് പുറത്തറിഞ്ഞാൽ മറ്റു 3 പേരെയും കൊന്നതുപോലെ അയാൾ എന്നെയും കൊല്ലും. അവളുടെ മറുപടിയിൽ അവർക്ക് ആകെ ഒരു പന്തികേട് തോന്നി. 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ സംസാരിക്കുന്നതെന്ന് അവർ കരുതി. ആദ്യം സ്വന്തം അച്ഛൻ തന്നെ ദുരുപയോഗം ചെയ്യുന്നുവെന്ന് പറയുന്നു. പിന്നീട് അച്ഛൻ ഒരു കൊലപാതകിയാണെന്ന് പറയുന്നു. പ്രായത്തിന്റെ പക്വതയില്ലായ്മയാണെന്ന് കരുതി അവർ ഈ വെളിപ്പെടുത്തൽ ഗൗരവത്തിലെടുത്തില്ല. എങ്കിലും ഒരു കൗതുകത്തിന്റെ പുറത്ത് അവർ കൊലപാതകങ്ങളെപ്പറ്റി വിശദമായി തിരക്കി. ആരെയാണ് നിന്റെ അച്ഛൻ കൊന്നത്? എന്തിനു വേണ്ടിയാണ് അയാൾ ഈ കൊലപാതകങ്ങൾ നടത്തിയത്? ശേഖറും അയാളുടെ മകളും മരുമകനും ഇവരായിരുന്നു അച്ഛന്റെ ഇരകൾ. പണത്തിനു വേണ്ടിയാണ് അച്ഛൻ ഇവരെ കൊന്നത്. തൊട്ടയൽ ഗ്രാമത്തിലാണ് ശേഖറും കുടുംബവും താമസിക്കുന്നത്. മകൾ ലാവണ്യ മറ്റൊരു പുരുഷനോടൊപ്പം നാടുവിട്ടാണ് വില്ലുപുരം ഗ്രാമത്തിലെത്തുന്നത്. പോരുമ്പോൾ വീട്ടിലുണ്ടായിരുന്ന പണവും സ്വർണവും ഒക്കെ അവർ കയ്യിൽ കരുതി. അത്യാവശ്യം സാമ്പത്തിക അടിത്തറയുള്ള കുടുംബത്തിലെ ആയിരുന്നു ഇരുവരും. അതുകൊണ്ട് തന്നെ എത്രത്തോളം സ്വർണവും പണവും കൊണ്ടുവന്നതെന്നതിൽ ഒരു കണക്കില്ലായിരുന്നു. മകളെയും മരുമകനെയും അന്വേഷിച്ച് ശേഖർ വില്ലുപുരത്തെത്തി. മകൾ ഒളിച്ചോടിയതിന്റെ അഭിമാന ക്ഷതത്തിലായിരുന്നു ശേഖറിന്റെ കുടുംബം. കുടുംബത്തിൽ അവരുടെ പ്രണയബന്ധത്തെ പിന്തുണച്ചത് പിതാവായ ശേഖർ മാത്രമായിരുന്നു. തന്റെ ദുഃഖം അയാൾ പങ്കുവെച്ചത് സുഹൃത്തായ മുരുകനോടായിരുന്നു. മുരുകനോട് മകൾക്കും മരുമകനും അഭയം നൽകുമോ എന്ന് അയാൾ അഭ്യർത്ഥിച്ചു. ശേഖറിന്റെ ആവശ്യപ്രകാരം ലാവണ്യയെയും അവളുടെ ഭർത്താവിനെയും മുരുകൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു.
സംസാരത്തിനിടയിൽ അവരുടെ കയ്യിൽ ആവശ്യത്തിലേറെ സ്വർണവും പണവും ഉണ്ടെന്ന് മുരുകൻ തിരിച്ചറിയുന്നു. ആ പണം എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന ചിന്തയിലായിരുന്നു അയാൾ. അതിനായി അയാൾ കണ്ടെത്തിയ മാർഗമാണ് ഇവരെ കൊന്നുതള്ളുക എന്നത്. വ്യക്തമായ പദ്ധതി തയ്യാറാക്കിയാണ് അയാൾ അവരെ കൊന്നത്. അയാളുടെ ആദ്യത്തെ ഇര ശേഖർ ആയിരുന്നു. ശേഖറിന് ആവശ്യത്തിലധികം മദ്യം നൽകിയ ശേഷം അവശനായപ്പോൾ കയറുപയോഗിച്ച് കഴുത്തു ഞെരിച്ച് കൊല്ലുകയായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ലാവണ്യയെയും അവളുടെ ഭർത്താവിനെയും ഇതേ രീതിയിൽ തന്നെ അയാൾ കൊലപ്പെടുത്തി. 3 പേരുടെയും മൃതദേഹം വീടിനോട് ചേർന്ന് തന്നെ മറവും ചെയ്തു. അച്ഛൻ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം ഭാർഗവി വലിയ രീതിയിൽ പ്രതികരിക്കുമായിരുന്നു. ഭാർഗവി നിശബ്ദയായതിന്റെ കാരണം അവൾ വ്യക്തമാക്കാൻ തുടങ്ങി. ഒരു ദിവസം അവൾ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മദ്യപിച്ചെത്തിയ മുരുകൻ അവളെ ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിച്ചു. അവൾ വലിയ രീതിയിൽ പ്രതികരിച്ചു. അമ്മ രാജേശ്വരി അതിലേക്ക് ഇടപെട്ട് തന്നോട് കയർത്ത് സംസാരിച്ചു. അയാൾ ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. അച്ഛൻ ഉപദ്രവിക്കാൻ വരുമ്പോൾ എതിർക്കരുത്, അയാൾ നിന്നെ കൊല്ലും. കേട്ടപാടെ ഭാർഗവി ഞെട്ടലോടെ ആ കാരണം തിരക്കി. 2008-ൽ 3 പേരെ കൊന്ന് നമ്മുടെ വീട്ടിൽ മറവ് ചെയ്തവനാണ് നിന്റെ അച്ഛൻ. അയാൾക്ക് നേരെ ശബ്ദമുയർത്തിയാൽ അയാൾ നിന്നെയും കൊല്ലും. തുടർന്ന് അമ്മയിൽ നിന്നാണ് താൻ ഈ കൊലപാതക വിവരങ്ങളെല്ലാം അറിയുന്നത്. സതീഷുമായുള്ള ഭാർഗവിയുടെ ബന്ധത്തെപ്പറ്റി മുരുകൻ അറിഞ്ഞ ദിവസം അവളെ കഠിനമായി മർദ്ദിച്ചിരുന്നു. കഴുത്തിൽ കത്തിവെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. സതീഷുമായുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്നായിരുന്നു അയാളുടെ ആവശ്യം. ഇനിയും ആ വീട്ടിൽ നിന്നാൽ തന്നെ അയാൾ കൊല്ലുമെന്ന ഭയം കൊണ്ടാണ് സതീഷുമായി അവൾ ഒളിച്ചോടിയത്. ഭാർഗവി പറയുന്നതെല്ലാം നിശബ്ദതയോടെ എല്ലാവരും കേട്ടിരുന്നു. പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാനായി ഭാർഗവിയുടെ അച്ഛനെയും അമ്മയെയും അവർ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നു. സാധാരണ അച്ഛനമ്മമാരുടെ വേവലാതിയോടുകൂടിയാണ് ആദ്യം അയാൾ പെരുമാറിയത്. ഭാർഗവിയുടെ അച്ഛന്റെയും അമ്മയുടെയും ഒരു പ്രണയവിവാഹമായിരുന്നു. അതുകൊണ്ട് തന്നെ വിവാഹപ്രായം എത്തിയതിനു ശേഷം മാത്രമേ കല്യാണം കഴിപ്പിച്ചു കൊടുക്കൂ എന്ന വാശിയിലായിരുന്നു മുരുകൻ. വീട്ടിലേക്ക് വരാൻ അയാൾ അവളെ ആവുന്നത്ര നിർബന്ധിച്ചു. വീട്ടിലേക്ക് വന്നാൽ നിങ്ങൾ എന്നെ ലൈംഗികമായി ഉപദ്രവിക്കും, എതിർത്താൽ നിങ്ങൾ എന്നെ കൊല്ലും. തലയുയർത്തി അവൾ അച്ഛന് നേരെ ശബ്ദമുയർത്തി. ഭാർഗവിയുടെ മറുപടി കേട്ട് മുരുകന് ദേഷ്യമടക്കാൻ കഴിഞ്ഞിരുന്നില്ല. അയാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഭാർഗവി കള്ളം പറയുകയാണ്. ഭാർഗവിയുടെ അമ്മ രാജേശ്വരി പെൺകുട്ടി എന്താണ് പറയുന്നതെന്ന് തനിക്ക് അറിയില്ലെന്ന രീതിയിൽ പെരുമാറി. എപ്പിസോഡിലുടനീളം വിവാഹത്തെ എതിർത്തുകൊണ്ടിരുന്ന മുരുകൻ പെട്ടെന്ന് തന്നെ അയാളുടെ മനസ്സ് മാറ്റി. തനിക്ക് വിവാഹത്തിന് സമ്മതമാണെന്ന് പറഞ്ഞുകൊണ്ട് സതീഷിന് കൈ കൊടുത്തുകൊണ്ട് അവർ ആ ഷോ അവസാനിപ്പിച്ചു. ചാനലിന് അതൊരു സെൻസേഷണൽ കഥയായിരുന്നു. മെയ് 28-ന് സംപ്രേഷണം ചെയ്ത എപ്പിസോഡിന് ശേഷം പോലീസ് സംഘം ഈ ഷോയിലെ വെളിപ്പെടുത്തലിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ അടിസ്ഥാനമാക്കി ഒരു അന്വേഷണം നടത്തി. ഭാർഗവി പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു അന്വേഷണം. ഭാർഗവിയുടെ വീട്ടിൽ നിന്ന് 30-35 കിലോമീറ്റർ അകലെയുള്ള നല്ലപിള്ള പെട്ര എന്ന ഗ്രാമത്തിൽ അവർ ഒരു സംഘത്തെ അയച്ചു. കൊല്ലപ്പെട്ട ശേഖറിന്റെ നാടായിരുന്നു അത്. കഴിഞ്ഞ 4 കൊല്ലമായി ശേഖർ, അയാളുടെ മകൾ ലാവണ്യ, മരുമകനായ സിലംബരസൻ എന്നിവരെ കാണാനില്ല എന്നത് പോലീസ് സ്ഥിരീകരിച്ചു. ഇരുവരും ഒളിച്ചോടിയെന്നും ശേഖറിന്റെ സുഹൃത്തിന്റെ അടുത്തേക്കാണ് അഭയം തേടിയതെന്നും ചില ഗ്രാമവാസികൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. പോലീസ് ഭാർഗവിയെ തേടി വീണ്ടും അവളുടെ ഗ്രാമത്തിലേക്ക് എത്തി. അവളെ കൊണ്ട് തന്നെ മൃതദേഹങ്ങൾ മറവ് ചെയ്ത സ്ഥലം അവർ കണ്ടെത്തി. ആഴത്തിൽ മണ്ണ് നീക്കി തുടങ്ങിയപ്പോൾ തന്നെ അവർക്ക് മനുഷ്യന്റെ അസ്ഥി കഷ്ണങ്ങൾ കിട്ടിത്തുടങ്ങി. ഇതിൽ നിന്നും 16-കാരിയായ ഭാർഗവി തന്റെ അച്ഛനെ പറ്റി വെളിപ്പെടുത്തിയതെല്ലാം സത്യമാണെന്ന് തെളിഞ്ഞു. ഷോയ്ക്ക് ശേഷം മുരുകനെയും ഭാര്യ രാജേശ്വരിയെയും ആരും കണ്ടിട്ടില്ല. വളരെ പണിപ്പെട്ടാണ് പോലീസ് ഇരുവരെയും പിടികൂടിയത്. പിന്നീടുള്ള ചോദ്യം ചെയ്യലിൽ മുരുകൻ കുറ്റസമ്മതവും നടത്തി. നിലവിൽ ഇരുവരും ജയിലഴിക്കുള്ളിൽ തടവ് ജീവിതം നയിക്കുകയാണ്. ഭാർഗവി സതീഷിന്റെ കൈകളിൽ സുരക്ഷിതയായി ജീവിക്കുന്നു. ഇത്തരത്തിൽ എത്രയെത്ര പെൺകുട്ടികളാണ് വീടിനുള്ളിൽ പോലും സുരക്ഷിതരല്ലാതെ ജീവിക്കുന്നത്. നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ സ്വന്തം വീടുകളിൽ പോലും സുരക്ഷിതരല്ല എന്നത് ഭയപ്പെടുത്തുന്ന ഒരു വസ്തുത തന്നെയാണ്.